മലയാളത്തിൻ്റെ മഹാനടൻ നമ്മളുടെ സ്വന്തം ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. സിനിമാ രംഗത്തെ ഏറ്റവും സമുന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഹിന്ദി സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ ഒരു രസകരമായ കമൻ്റ് ഉണ്ടായിരുന്നു. ലാലേട്ടന് ഫാൽക്കെ അവാർഡല്ല കൊടുക്കേണ്ടത്, ഫാൽക്കെക്ക് മോഹൻലാൽ അവാർഡാണ് കൊടുക്കേണ്ടിരുന്നത്. ആരായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ? എന്തായിരുന്നു ഫാൽക്കെയുടെ കോൺട്രിബ്യൂഷൻ? നമുക്ക് നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2000 സിനിമകളാണ് ഇന്ത്യയിൽ മാത്രം നിർമ്മിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സിനിമ നിർമ്മിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 20,000 മുതൽ 30,000 കോടി രൂപയാണ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു വടവൃക്ഷമായ ഇൻഡസ്ട്രിയുടെ അതിൻ്റെ വിത്തുകൾ പാകിയ മനുഷ്യനായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ. ഫാൽക്കെ ഒരു നല്ല ചിത്രകാരനായിരുന്നു. ചിത്രകല പഠിച്ച ശേഷം കിട്ടിയ തുക കൊണ്ട് അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫിയിലെ കമ്പത്തിൽ അദ്ദേഹം ഒരു സ്റ്റിൽ ക്യാമറ മേടിച്ചു. ആ ക്യാമറയുടെ വളരെ പരിമിതമായ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന് വില കൂടിയ ഒരു ക്യാമറ നൽകി. ഈ ക്യാമറ ഉപയോഗിച്ച് അദ്ദേഹം ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൽ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലും മനുഷ്യൻ്റെ എനർജി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഊർജം മുഴുവൻ സ്വാപ്പ് ചെയ്തുകൊണ്ട് ഊറ്റിയെടുത്തുകൊണ്ട് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അന്നത്തെ സമൂഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അത്രയും യാഥാസ്ഥിതികമായ ഒരു സമൂഹത്തിൽ നിന്നും ഒരു ഫോട്ടോ പോലും എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും ആദ്യത്തെ സിനിമ എടുത്ത വ്യക്തിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. 1906 അദ്ദേഹം ഒരു സിനിമ കാണുകയുണ്ടായി. കുറേ ആനിമൽസ്, അതായത് മൃഗങ്ങളുമായിട്ടുള്ള ഒരു സിനിമ കാണാൻ അദ്ദേഹം മുംബൈയിലൊരു തിയേറ്ററിൽ പോയി. ഈ തിയേറ്ററിൽ പോയ ശേഷം സ്വന്തം മകനെ കൂട്ടി അദ്ദേഹം ഈസ്റ്റർ ദിനത്തിൽ ആ തിയേറ്ററിൽ പോയപ്പോൾ അവിടെ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ട ശേഷം അദ്ദേഹത്തിന് ഇന്ത്യയിലെ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് ശ്രീരാമനും സീതയും കൃഷ്ണനും അടക്കമുള്ളവരെ വെച്ച് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിൽ സിനിമ നിർമ്മിച്ചുകൂടാ എന്ന ആശയം മുന്നോട്ട് വെച്ചു. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആദ്യമായി ഇന്ത്യയിൽ രാജാ ഹരിശ്ചന്ദ്ര എന്ന സിനിമ 1913 പുറത്തു വരുന്നത്. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ ഒരു ദിവസം 4-5 മണിക്കൂറുകൾ അദ്ദേഹം കണ്ണിന് സ്ട്രെയിൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി വരെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാഴ്ചശക്തി പരിമിതമായിട്ടും അദ്ദേഹം ലണ്ടനിൽ പോയി അവിടുത്തെ സിനിമയെക്കുറിച്ച് പഠിച്ച ശേഷം 1913 ഇന്ത്യയിൽ വന്ന് ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഫാൽക്കെ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ സിനിമ രാജാ ഹരിശ്ചന്ദ്ര 1913 റിലീസ് ചെയ്തു. അതൊരു ഒരു വലിയ സക്സസ് ആയിരുന്നു ആ സിനിമ. ആ സിനിമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിരവധി സിനിമകൾ വന്നു. ഏകദേശം 94 സിനിമകൾ അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്തു, 27 ഷോർട്ട് ഫിലിം ആക്ട് ചെയ്തു. അപ്പം ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഇന്ത്യയുടെ സിനിമാ വ്യവസായം ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെ ആദ്യ വിത്തുകൾ പാകിയ മനുഷ്യനായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ. നമ്മളെല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളുടെ റൂട്ട്സ് മറക്കാൻ പാടില്ല. നമ്മളുടെ ഇൻഡസ്ട്രി, നമ്മുടെ സിനിമാ ഇൻഡസ്ട്രി എങ്ങനെ വളർന്നു എന്ന് നമുക്ക് മറക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പേരിലാണ് രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ചലച്ചിത്ര അവാർഡ് നൽകുന്നത്. അതാണ് ഫാൽക്കെ അവാർഡ്. അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, അടൂർ ഗോപാലകൃഷ്ണൻ, രേഖ, മിഥുൻ ചക്രവർത്തി അടക്കമുള്ള നിരവധി പേർക്കാണ് ഈ അവാർഡ് കിട്ടിയത്. നമ്മുടെ ലാലേട്ടനും ഇത് കിട്ടിയെന്ന് മലയാളികൾക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാം.